നമസ്കാരം. കുറച്ചു കാലമായി ലൈവിൽ വന്നിട്ട് അല്പം ആത്മീയ സാധനകളിലും മറ്റു ചില ജോലി തിരക്കുകളിലുമൊക്കെ ആയിരുന്നു. ഇന്ന് ഇവിടെ ലൈവിൽ വരാൻ കാരണം എൻ്റെ ഒരു പ്രിയ സുഹൃത്ത്, ഒരു സ്വതന്ത്ര ചിന്തകൻ, നല്ലൊരു വായനക്കാരൻ എന്നിങ്ങനെ ഒട്ടേറെ വിശേഷണങ്ങൾ പറയാവുന്ന എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് ഇന്നലെ ആകസ്മികമായി അപ്രതീക്ഷിതമായി വിട പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ വിയോഗത്തിലുള്ള വേദന നിങ്ങളോട് പങ്കുവയ്ക്കണം എന്ന് തോന്നി. മരണം സ്വാഭാവികമാണ്. ജനിച്ചാൽ മരിക്കണം, ഒരിക്കൽ എന്തായാലും മരിച്ചേ തീരൂ, അത് എപ്പോഴായാലും കുഴപ്പമില്ല എന്നെല്ലാം തത്വശാസ്ത്രങ്ങൾ പറയാറുണ്ട്. പലതവണ കൗൺസലിങ്ങിനിടെ ഒരുപാട് പേരോട് ഉപദേശിച്ചിട്ടുണ്ട്. എങ്കിലും സുലൈമാൻ കുട്ടി എന്ന ഈ വ്യക്തിയുടെ വിയോഗം എന്നെ വളരെ ആഴത്തിൽ മുറിവേൽപ്പിച്ചു എന്ന് പറയാം. ഒന്ന്, പുല്ലാളൂരിൽ ഞാൻ ഹൃദയം തുറന്ന് സംസാരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. വായന സ്ഥിരം ശീലമാക്കുകയും ഒട്ടേറെ ഭാഷകളിലുള്ള ഒട്ടേറെ പുസ്തകങ്ങൾ വായിച്ച് ശീലിക്കുകയും അതേക്കുറിച്ച് പരസ്പരം ആശയവിനിമയം നടത്തുകയും ചെയ്യാറുണ്ട് എന്നതിലുപരി ഞാൻ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളെല്ലാം ഞാൻ ആദ്യം കൊടുക്കുന്നത് സുലൈമാൻ കുട്ടിക്കായിരുന്നു. അദ്ദേഹം അത് വായിച്ച് നല്ല രീതിയിലുള്ള ക്രിറ്റിസിസം, വിമർശനം, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താറുണ്ടായിരുന്നു. അത് എനിക്ക് തുടർന്നുള്ള എഴുത്തിൽ വളരെ പ്രചോദകരമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം സ്വന്തം മതത്തിലെ അനാചാരങ്ങൾക്കെതിരെ വരെ പോരാടിയിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒട്ടേറെ പേരുടെ കണ്ണിലെ കരടുമായിരുന്നു. പള്ളികൾക്കും ക്ഷേത്രങ്ങൾക്കുമെല്ലാം പകരം നാട്ടിൽ കക്കൂസുകളാണ് പണിയേണ്ടത് എന്ന് പറഞ്ഞ ഒരഭിപ്രായം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. കാരണം മനുഷ്യന് ഏറ്റവും അധികം ശാന്തിയും സമാധാനവും ലഭിക്കുന്നത് നല്ലൊരു ശോധന കിട്ടുമ്പോഴാണ്. അപ്പോൾ പള്ളിയിൽ പോകുന്നതിനേക്കാൾ, ക്ഷേത്രത്തിൽ പോകുന്നതിനേക്കാൾ നമുക്ക് ഏറ്റവും അധികം ആശ്വാസം തരുന്നത് കക്കൂസുകളാണ് എന്ന് തമാശ രൂപേണ അദ്ദേഹം പറയാറുണ്ടായിരുന്നു. ഇതേപോലെ വഴിനീളെ ഈ പള്ളികളും ക്ഷേത്രങ്ങളും എല്ലാം ഉണ്ടാക്കുന്ന പണം കൊണ്ട് നമുക്ക് വഴിനീളെ സൗജന്യ ഭക്ഷണാലയങ്ങൾ ഉണ്ടാക്കിയാൽ അതല്ലേ ഏറ്റവും നല്ല മതപ്രവർത്തനം എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. മതങ്ങളിലെ, തൻ്റെ സ്വന്തം മതത്തിലെ മാത്രമല്ല എല്ലാ മതങ്ങളിലെയും അടിച്ചമർത്തലുകളെപ്പറ്റി, സ്ത്രീവിരുദ്ധതയെപ്പറ്റിയൊക്കെ അദ്ദേഹം വളരെ വിശാലമായിട്ട് ഒരു പുരോഗമന ആശയക്കാരൻ്റെ അതേ ലെവലിൽ നിന്നുകൊണ്ട് സംസാരിക്കാറുണ്ടായിരുന്നു. ദൈവത്തെ എന്തിനാണ് ആരാധിക്കുന്നത്? നമ്മൾ ആരാധിച്ചില്ലെങ്കിൽ അന്തസ്സിന് കോട്ടം വരുന്ന ഒരാളാണ് ദൈവമെങ്കിൽ ആ ദൈവത്തെ ആരാധിക്കേണ്ടതുണ്ടോ എന്നുള്ള എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒട്ടേറെ അഭിപ്രായങ്ങൾ അദ്ദേഹം പലപ്പോഴായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. ഇന്നലെ അദ്ദേഹം തൻ്റെ പൊടിമില്ലിൽ, ഒരു ഫ്ലോർ മില്ലുണ്ടായിരുന്നു പുല്ലാളൂരിൽ, അദ്ദേഹത്തിന് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കെ മെഷീനിൽ സാധനം ഉണ്ടായിരിക്കെ തൊട്ടടുത്ത കസേരയിൽ മരിച്ചിരിക്കുന്ന രൂപത്തിലാണ് അദ്ദേഹത്തെ അവിടെ കടയിൽ വന്ന ഒരാൾ കണ്ടെത്തിയത്. വിളിച്ചു നോക്കുമ്പോൾ സംസാരിച്ചില്ല. അദ്ദേഹം ആളുകളെ വിളിച്ചുകൂട്ടി ഡോക്ടറെ കൊണ്ടുവന്നു. അപ്പോൾ തൊട്ട് മുമ്പ്, ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് മരിച്ചു എന്നുള്ള ഒരു വാർത്തയാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. മരണം ഈ തരത്തിൽ വേണം എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ നന്മയാണ്, അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വിശാലതയാണ് അദ്ദേഹത്തിന് ദൈവത്തെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും ഈ പ്രപഞ്ചത്തെക്കുറിച്ചുമെല്ലാമുള്ള
മനുഷ്യരെക്കുറിച്ചുമുള്ള എല്ലാമുള്ള വിശാല വീക്ഷണമാണ് അദ്ദേഹത്തെ ശാന്തമായ ഒരു മരണം നൽകി പ്രകൃതി തന്നെ അനുഗ്രഹിച്ചത് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അത്തരം കുടിലബുദ്ധികളൊന്നും മനസ്സിലില്ലാത്ത, എല്ലാവരോടും സ്നേഹം മാത്രമുള്ള, എല്ലാവരെയും അതേപോലെ മതങ്ങളെയുമെല്ലാം ഒരേപോലെ കണ്ടിരുന്ന ഒരു വിശാല വ്യക്തിത്വത്തിൻ്റെ ഉടമയെയാണ് പുല്ലാളൂരിന് നഷ്ടപ്പെട്ടത്. മാത്രമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ, മണിക്കൂറുകളോളം ഹൃദയം തുറന്ന് സംസാരിക്കാറുണ്ടായിരുന്ന, അതും വ്യക്തിപരമായതോ കുടുംബപരമായോ ആയ കാര്യങ്ങൾ ഞങ്ങൾ ഒരിക്കലും പരസ്പരം ചർച്ച ചെയ്യാറില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് പരിഹാരം തേടിയെത്തിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൗൺസിലിങ്ങിനൊക്കെ എൻ്റെ അടുത്തേക്കായിരുന്നു വിടാറുള്ളത്. അതേപോലെ ആരെങ്കിലും ചികിത്സിച്ചു മടുത്ത ഏതെങ്കിലും രോഗങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം അവരെ എൻ്റെ അടുത്ത് എത്തിക്കാറുണ്ടായിരുന്നു. അവർക്കൊക്കെ നല്ല രീതിയിലുള്ള സഹായങ്ങൾ വാക്കുകൊണ്ടും സാമ്പത്തികമായും, ഇതൊന്നും മറ്റുള്ളവർക്ക് അറിയാത്ത കാര്യങ്ങളാണ്, എല്ലാ സഹായങ്ങളും ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് നൽകിയിരുന്നു. അങ്ങനെ നമുക്ക് എന്നും എക്കാലത്തും പുല്ലാളൂരിന് ഓർമ്മിക്കേണ്ട ഒരു വ്യക്തിത്വം പുല്ലാളൂരിന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ സങ്കടത്തിൻ്റെ ആധാരം. എല്ലാവരും ഒരിക്കൽ മരിക്കുമെങ്കിലും തൻ്റെ ജീവിതകാലത്തെ തൻ്റെ ചിന്തകൾ കൊണ്ട്, അറിവ് കൊണ്ട് വിശേഷകരമാക്കിയ ആ മഹാവ്യക്തിത്വത്തിന് വിട പറയുന്നു. എല്ലാവർക്കും സുഖജീവിതം ഉണ്ടാവട്ടെ, നന്മ വരട്ടെ.